നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പോസ്റ്റുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് പറയാനാണ് വന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജൂലൈ 1-ാം തീയതി ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാനുള്ള അവസാന സമയം കഴിയുകയാണ്. ഇനിയും കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അയക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC ഓഫീസിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇക്വലൻസി വെച്ച് അപേക്ഷിക്കുക. ഞാൻ പറയുന്നത് ഒന്ന് CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും രണ്ടാമത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഗ്രേഡ് 2-നെ പറ്റിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം, ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ മാത്രമേ ഉള്ളൂ അപേക്ഷിക്കാൻ, എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാം. രണ്ടിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. ആദ്യം ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ആണ്. സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണിത്. നല്ല സാലറി ഉള്ള ഒന്നാന്തരം ഒരു ജോലിയാണ്. നല്ല സാലറി മീൻസ് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 50,200 ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് മാത്രം, പ്രത്യേകിച്ച് 4 സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി. ഓക്കെ. അതുപോലെ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സോഷ്യൽ വർക്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. 25 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. 45 വയസ്സ് കവിയാനും പാടില്ല. 81-നും 2001-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പലർക്കും, അതായത് നമ്മുടെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്, കോഴ്സ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും പുറത്തു നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ ചോദിക്കുന്നത് MSWക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ MSW നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി സോഷ്യൽ വർക്കിൽ ഉള്ളവർ തന്നെയാണ്. അപ്പൊ പലരും ഇക്വലൻസി വെച്ചിട്ട് തന്നെയാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് ചിന്തിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ചാൻസ് കളയാതെ MA സോഷ്യൽ വർക്കിന് ഇക്വലന്റ് ആയിട്ട് നിങ്ങൾ MSW ഉള്ളവർ അപേക്ഷിക്കുക. PSC ഓഫീസിൽ വേണമെങ്കിൽ ഇനിയും സംശയമാണെങ്കിൽ ഒന്നുകൂടെ വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രം അയക്കുക. അതല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർ MSW ഉള്ളവര് MA സോഷ്യൽ വർക്ക് ഇക്വലൻസി വെച്ചിട്ട് അപേക്ഷിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ MA സോഷ്യോളജി, MA MSc സൈക്കോളജി ഉള്ളവർക്കും അതുപോലെ ഹോം സയൻസിനകത്ത് PG ഉള്ളവർക്ക്, ഇത്രയും പേർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ട് MSWക്കാരാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇക്വലൻസി വെച്ച് അപേക്ഷിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇക്വലൻസി എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് PSC അറിയിക്കുന്നതായിരിക്കും. ഇനി സംശയമുള്ളവർ നാളെ തന്നെ PSC ഓഫീസിൽ വിളിച്ചു ചോദിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് അപേക്ഷിച്ച് ജൂലൈ 1 വരെ നമുക്ക് സമയമുള്ളൂ. ഇനി ഇതിന്റെ സിലബസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 4 ടോപ്പിക്സുകളിലായിട്ട് 25 മാർക്കിന്റെ സിലബസ് ആണ് വരുന്നത്. അതിനകത്ത് വലിയ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് പിൻ ചെയ്തേക്കാം. 999 രൂപയ്ക്ക് കംപ്ലീറ്റ് കോഴ്സും മോക്ക് ടെസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. പിന്നെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം തന്നെയാണ്. ഓഗസ്റ്റ് വരെ കലണ്ടർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് വരെ ഡേറ്റ് ഇട്ടിട്ടില്ല. അതിനുശേഷമുള്ള ഏതെങ്കിലും മാസം എക്സാം ഉണ്ടായിരിക്കും. ഇനി രണ്ടാമത് എല്ലാവർക്കും അറിയേണ്ടത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഗ്രേഡ് 2-നെ പറ്റിയിട്ടാണ്. നിലവിൽ നമ്മൾ അതിന്റെ കോഴ്സ് ചെയ്യുന്നില്ല, കാരണം സിലബസിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഓഫീസർ ഗ്രേഡ് 2-ന്റെ ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാം എന്ന് പറയുന്നത് 077/2021 2017 നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാം നടത്തിയതായിരുന്നു. അപ്പൊ ഇത് പ്രകാരം ഇതിനകത്ത് കേരള റിനൈസൻസും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും ഇംഗ്ലീഷും മാത്സും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ നിലവിൽ ഇനി വരാൻ പോകുന്നത്, ഇൻ കേസ് ചിലപ്പോൾ വരാൻ പോകുന്നത് കൂടുതലായിട്ടും ഡിഗ്രി മെയിൻസിന്റെ ഒക്കെ സിലബസ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ സോഷ്യൽ വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വരാനും സാധ്യതയുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷനും ഈ പറയുന്നത് കൊണ്ട് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അതായത് MA MSc MCom അല്ലെങ്കിൽ MSW ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. അതുപോലെ MSW ഉള്ളവർക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്, അതായത് പ്രിഫറൻസ് കൂടുതലാണ് നിങ്ങൾക്ക് MSW അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറിലോ സോഷ്യോളജിയിലോ ആന്ത്രപ്പോളജിയിലോ. സോഷ്യോളജി MA സോഷ്യോളജി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ 40 വയസ്സ് വരെയാണ് കേട്ടോ. 18 മുതൽ 40 വയസ്സ് വരെയാണ്. എന്നാൽ CDPO 45 വയസ്സ് വരെയാണ്. ഇവിടെ 18 മുതൽ 40 വയസ്സ് വരെ. ഇപ്പൊ കോമൺ ആയിട്ടുള്ള PSCയുടെ ഏജും CDPOയ്ക്ക് മാത്രം 25 തൊട്ട് 45 വയസ്സ് വരെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും അപേക്ഷിക്കാൻ സാധിക്കാത്തവര് എത്രയും പെട്ടെന്ന് ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എടുക്കോ, PSC ഓഫീസിലോ വിളിച്ച് ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന്, MSc ഉള്ളവർക്ക് ഒത്തിരി പേർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്
അവരെ അറിയിക്കുക. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ CDPOയുടെ ഫുൾ ഡീറ്റെയിൽസ്, കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ആ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, ഫുൾ സിലബസ് ക്ലാസ്സുകളായിരിക്കും ഉള്ളത്. കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും സ്റ്റഡി പ്ലാനുകളും ഒക്കെ മുന്നോട്ടുണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.